രാഹുലേ, 17ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായ ഒരു മന്ത്രി ഉണ്ട് കേരളത്തിൽ. ആരാന്നറിയോ? ഗണേഷ് കുമാർ അല്ലേ? 17ാമത്തെ വയസ്സിലെ ലൈസൻസ് കിട്ടിയ ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിൽ. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അടുത്ത ആളായത് കൊണ്ടായിരിക്കാം. ഇന്ന് ഗതാഗത മന്ത്രിയൊക്കെ ആണല്ലോ. ഇപ്പോൾ അല്ല, 17ാമത്തെ അപ്പൊ വയസ്സിൽ ആശാൻ അടുപ്പിൽ ഊതാന്നാണോ? രഞ്ജിത്തിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടോ? എവിടുന്ന്? എത്രാമത്തെ വയസ്സിലാണ് ലൈസൻസ് കിട്ടുന്നത്? 18 വയസ്സ് കഴിഞ്ഞാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ലൈസൻസ് നൽകാനുള്ള അവകാശമുള്ളത്. അതായത് നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് 18 വയസ്സിൽ നമുക്ക് ലൈസൻസ് അതെ. കിട്ടുകയുള്ളൂ. അപ്പോൾ ഗണേഷ് കുമാറിന് എങ്ങനെയായിരിക്കും 17ാമത്തെ വയസ്സിൽ ലൈസൻസ് കിട്ടിയത്? അതെങ്ങനെ കിട്ടി എന്നുള്ളത് വലിയ ചോദ്യമില്ലേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രാഫിക് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. അതെ, നമ്മുടെ സുരാജും സുരാജും പൃഥ്വിരാജും പൃഥ്വിരാജും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഉള്ളു. ഇനി ഇത് വ്യാജമാണ്. യഥാർത്ഥത്തിൽ 17ാമത്തെ വയസ്സിലൊരു ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ ഇത് വ്യാജം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും. അധികാര ദുർവിനിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ മകനാണല്ലോ. അപ്പോൾ സിനിമാ നടനൊക്കെ ആകുന്നൊരു സാഹചര്യമായിരിക്കും 17ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ മകനായതുകൊണ്ടും അറിയപ്പെടുന്ന ആളുടെ മകനായതുകൊണ്ടും അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നൊരു സാധനം നടന്നതുകൊണ്ടാണ് 17ാമത്തെ വയസ്സിൽ ഗണേഷ് കുമാറിന് ലൈസൻസ് കൊടുക്കുന്നത്. ഇന്നും മന്ത്രിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും എല്ലാ ദിവസവും വന്നിട്ട് ഇതാണ് പുതിയ ബസ് കേട്ടോ, ഈ ബസ്സിന് ഡ്രൈവിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീറ്റിലിരുന്നാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം, ഇതാണ് സ്റ്റിയറിങ് അങ്ങോട്ട് തിരിച്ചാൽ വണ്ടി ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ചാൽ അപ്പുറത്തോട്ട് പോകും. അപ്പോൾ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഹെഡ്ലൈറ്റുകളുണ്ട്. ഹെഡ്ലൈറ്റ് നമുക്ക് അണയ്ക്കുകയും കത്തിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ സൈഡ് ലാമ്പുകളുണ്ട്. സൈഡ് ലാമ്പുകൾ നമുക്ക് ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇടത്തോട്ട് നമുക്ക് ഇടാം എന്ന് പറഞ്ഞ് ബസ്സിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മന്ത്രിക്ക് അടുപ്പിലും ആകാമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണ്, ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു കുപ്പി വെച്ചതിൻ്റെ പേരിൽ കാണിച്ച ഷോയോ. ഞാനത് പറയാൻ വരികയായിരുന്നു. ഇലക്ഷൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്താണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രിയാണ്. പുള്ളിയുടെ തള്ളു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതേപോലെ വേറൊരു മന്ത്രി ഇല്ലെന്ന്. വണ്ടിയൊക്കെ നേരെ ചൊവ്വേ പോയില്ലെങ്കിൽ ആക്ഷൻ, അപ്പം തന്നെ ആക്ഷൻ. അദ്ദേഹത്തിന്റെ ഇപ്രാവശ്യത്തെ പ്രചരണം ഉണ്ടായിരുന്നല്ലോ, ഇലക്ഷൻ സമയത്തുള്ള പ്രചരണം, അന്ന് വേടം വന്ന് പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് ബൈക്കുകളെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പുറകെ വരികയാണ്. അപ്പം ബൈക്കുകളൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം കൈ തിരിച്ചു കാണിക്കണം, ഒച്ചയെടുക്ക്. ആരാണ്? ഗതാഗത മന്ത്രിയാണ്, കേരളത്തിന്റെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആശാൻ അടുപ്പിലും ആകാലോ. അതേപോലെ തന്നെ ഈ പ്രചരണത്തിന്, ഇലക്ഷൻ പ്രചരണത്തിന് ഗണേഷ് കുമാർ ഓടിച്ചിരുന്നൊരു ബൈക്കുണ്ട്. ആ ബൈക്കിനെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്താണ് ആ ബൈക്ക് എന്ന് പറയുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റെഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ആ വണ്ടിക്കെതിരെ വലിയ വലിയ ആരോപണങ്ങളുള്ളത്. ആ വണ്ടി റോഡിലിറക്കാൻ പാടില്ല എന്ന് അത് ആരാണ് കൊണ്ടു നടക്കുന്നത്? ഗണേഷ് കുമാർ. അപ്പോൾ ഗണേഷ് കുമാറിന് അത്രത്തോളം അറിയാവുന്ന വണ്ടിയായിട്ടും അത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടും ആ വണ്ടി ഇപ്പോഴും പോലീസ് പിടിച്ചുകൊണ്ട് പോകാത്തതും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചുകൊണ്ട് പോകാത്തതും ഗണേഷ് കുമാറിന്റെ അറിവോടായിരിക്കത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അപ്പൊ ഇവിടെ ശക്തമായിട്ടൊരു പ്രതിപക്ഷം ഇല്ലെന്നാണോ രാഹുൽ പറഞ്ഞു വരുന്നത്? പ്രതിപക്ഷമല്ലല്ലോ. ഇപ്പോൾ ആരാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കേണ്ടത്? ആരാണ്? ഗതാഗതത്തിന്റെ ആരാണ് വകുപ്പ് തല കൈകാര്യം ചെയ്യുന്നത്? ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ മന്ത്രിയല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? ഇനി കേരളത്തിലെ മന്ത്രിയുടെ പണി ഇവിടുത്തെ സാധാരണപ്പെട്ടോ ചെയ്യണോ? മന്ത്രി ചെയ്യാത്ത ചോദ്യം ചെയ്യപ്പെടണ്ടേ? ഇത് മന്ത്രിയല്ലേ ചെയ്യേണ്ടത്? മന്ത്രി ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രതിപക്ഷം ചോദ്യം ചെയ്യണ്ടേ? പിന്നെന്തിനാണ് മന്ത്രി ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കാൻ മന്ത്രിയല്ലേ കൈകാര്യം ചെയ്യേണ്ട? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആരുടെ അതോറിറ്റിയാണ്? പൊതുജനങ്ങളുടെ അതോറിറ്റിയാണ് എന്നിരിക്കെ തന്നെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഗതാഗത മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് എന്നിട്ട് നാളെ ഞാൻ ചെന്നിട്ട് പറയാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ആ വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം, അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട വണ്ടിയാണ്. ഞാൻ ചെന്നിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നീ ഏതാടാ എന്ന് ചോദിക്കാതെ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്. മന്ത്രി ഇങ്ങനെ കാണിക്കുന്ന കുറേ ഗിമിക്കുകളുണ്ട്. ഇപ്പോൾ മന്ത്രിക്ക് ഓപ്പൺ ജീപ്പിൽ കയറി വരാം, അതിനൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ മന്ത്രി എന്തെല്ലാം, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. മന്ത്രി തള്ളു നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. ഞങ്ങളിതാ പുതിയ ബസ് ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണയായിരുന്നു സ്വിഫ്റ്റ് ബസ്സുകൾ 7 ബസ്സുകളാണ് ഇറക്കിയത്. 7 ബസ്സുകൾ ഇന്ന് കട്ടപ്പുറത്താണ്. 7 ബസ്സുകളല്ല ഇറക്കിയത്, സ്വിഫ്റ്റ് ബസ്സുകൾ ഇറക്കിയതിൽ 2 കൊല്ലം കൊണ്ട് 7 ബസ്സുകളാണ് കട്ടപ്പുറത്ത്. എന്താണ്
ഇത് വലിയ അഴിമതികൾ ഇതിന്റെ പേരിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ 7 ബസ്സുകൾ കട്ടപ്പുറത്ത് നടക്കുന്നത്. എന്നിട്ട് അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇലക്ഷൻ വരെ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആശാൻ അടുപ്പിലുമാകാം എന്ന് പറയുന്നത് പോലെയാണ് ഗണേഷ് കുമാർ മന്ത്രിക്ക്, അതായത് ഗതാഗത മന്ത്രിയുടെ ലൈസൻസ് വരെ വ്യാജമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ലൈസൻസ് 17ാമത്തെ വയസ്സിൽ എടുത്തുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ആകുന്ന അയോഗ്യതയാകും ഈ ലൈസൻസ്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി അടുത്ത ഉടനെ തന്നെ പുതിയൊരു ലൈസൻസ് എടുക്കേണ്ടി വരും. ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിലെ പോലെ ഗതാഗത മന്ത്രി ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ 2026 നമ്മൾ കാണാൻ പോകുന്ന പുതിയൊരു കാഴ്ചയായിരിക്കും ഗതാഗത മന്ത്രി ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകാൻ പോകുന്നത്. അത് കൗതുകമുള്ള വാർത്തയല്ലേ? അല്ല, എന്താണെങ്കിലും ഈ ലൈസൻസ് ക്യാൻസൽ ആവും. കാരണം 17ാമത്തെ വയസ്സിൽ 17 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ളപ്പോൾ എടുത്ത ലൈസൻസ് അത് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ള നിയമവ്യവസ്ഥകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയാൽ പോലും ഡേറ്റ് ഓഫ് ബർത്ത് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ പോലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, അന്നത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് പുതുക്കുന്ന സമയത്ത് ഒരു ഡേറ്റ് സമയം നോക്കിയിട്ടില്ല. പുതുക്കുന്ന സമയത്താണെങ്കിലും നോക്കുന്നത് ആരാണ്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ. ഇന്നേ വരെ ഗതാഗത മന്ത്രിയുടെ ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്തും അദ്ദേഹത്തിന് ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാര്? മന്ത്രി ആയതുകൊണ്ട് മന്ത്രിയല്ലേ, ലൈസൻസില്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയാണോ? യഥാർത്ഥത്തിൽ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്നതായിരുന്നു. പിന്നീട് എന്താണെങ്കിലും ഈ ലൈസൻസ് റദ്ദായി പോകും. അപ്പോൾ 17ാമത്തെ വയസ്സിൽ കിട്ടിയതായതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം മറുപടി കൊടുക്കും. ആ മറുപടി കൊടുത്തതിന് ശേഷം ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ഈ ലൈസൻസ് റദ്ദായി പോകും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയിലെ പോലെ നമ്മുടെ സിനിമാ നടനും ഗതാഗത മന്ത്രിയുമായിട്ടുള്ള ഗണേഷ് കുമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും ചെയ്യാൻ വേണ്ടി പോകുന്നൊരു സാഹചര്യമായിരിക്കും ഉള്ളത്. അപ്പോൾ അദ്ദേഹം എട്ടെടുക്കുന്നതും എച്ചെടുക്കുന്നതും ഒക്കെ കേരള ജനതയ്ക്ക് വീണ്ടും കാണാം, ആഘോഷിക്കാം. ഇപ്പോൾ മന്ത്രിക്ക് അടുപ്പിലുമാകാം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ലൈസൻസ് എടുക്കാൻ വീണ്ടും പുതിയ ഡേറ്റിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഗതാഗത മന്ത്രിയാണല്ലോ. അപ്പോൾ സാധാരണപ്പെട്ടവനാണെങ്കിൽ അപ്പോൾ തന്നെ റദ്ദ് ചെയ്ത് കളയും. ഗതാഗത മന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ഗതാഗത മന്ത്രിക്ക് വീണ്ടും ഗതാഗത മന്ത്രിയല്ലേ, അദ്ദേഹം ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ആ ലൈസൻസിലെ ഡേറ്റ് തിരുത്തിയിട്ട് വീണ്ടും ഉദ്യോഗസ്ഥർ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ആയതുകൊണ്ടും കേരളം ഭരിക്കുന്നത് LDF സർക്കാരായതുകൊണ്ടും LDF അല്ലാതെ മറ്റാരുമില്ലല്ലോ, ഇത് ചോദ്യം ചെയ്യാനും മറ്റാരുമില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം.